ഓക്കെ, ഫുൾ അമ്പർല ഏലം കുർത്തിയാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് തുണി രണ്ടായി മടക്കി മൂല മടക്കിയിട്ടിട്ട് മൂലയിൽ ഷോൾഡർ കിട്ടുന്ന വിധത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ, 3 ഇഞ്ച് കഴുത്തകലം മടങ്ങിയ ഭാഗത്ത് മാർക്ക് ചെയ്തു, 6 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു. അതിനെ വരച്ചിട്ട് നമുക്ക് 3.5 ഇഞ്ചോളം ഉണ്ട്. 3 ഇഞ്ച് നമുക്ക് വേണ്ടു. ആ 3 ഇഞ്ചിലേക്ക് നമുക്ക് വരയ്ക്കാം. അത് നോക്കുമ്പോൾ സ്വല്പം കൂടുതലുണ്ട്, സോറി. നമ്മൾ 3 ഇഞ്ചിലേക്ക് നമുക്ക് കറക്റ്റ് വരച്ചെടുക്കാം. മൂല മടക്കിയിട്ടതുകൊണ്ട് വളരെ നൈസ് തുണിയാണ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ഒഴുകി പോവുക. 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. 7.5 ഇഞ്ച് കൈക്കുഴിയാണ് നമുക്ക് വേണ്ടത്. 7.5 ഇഞ്ച് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. തുണിയിൽ വരയ്ക്കുമ്പോൾ തുണി നീങ്ങി പോവാണ്. ഇനി 1.5 ഇഞ്ച് നമുക്ക് കൈക്കുഴിയുടെ മൂല മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് ഭാഗം 3 ഇഞ്ചാണ് വണ്ണം. 12 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്തു. നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം 13 ഇഞ്ച് തന്നെ എടുക്കാം, 12 മതി. എന്നിട്ട് അടിയിലേക്ക് ഫുൾ വട്ടം കിട്ടുന്ന വിധത്തിൽ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. അതിന് 45 ഇഞ്ച് ഇറക്കമാണ് ഷോൾഡറിൽ നിന്ന് വേണ്ടത്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. 45 ഇഞ്ച് ഇറക്കം, 46 എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, കുർത്തിയല്ല. 45 ഇഞ്ചിൽ ഫുൾ റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അത് കട്ട് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇനി ആ ഷേപ്പിൽ കൂടെ വരച്ച് നമുക്ക് സ്ലിറ്റിൽ കൂടെ വരച്ച് വെച്ച് മാർക്ക് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. കുഴിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അടിഭാഗമാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. മടക്കിലെ 2 പീസിന് നമുക്ക് തുണി ഇറക്കം കിട്ടില്ല, അതിന് നമുക്ക് പീസ് പിടിപ്പിക്കേണ്ടി വരും കേട്ടോ. കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫുൾ ഷോൾഡർ കട്ട് ചെയ്യാം. കൈക്കുഴി കട്ട് ചെയ്യാം. ഈ സൈഡും ഇതുപോലെ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്ത് സൈഡിൽ കൂടെ മാർക്ക് ചെയ്ത് കൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തു. ഇനി നമുക്ക് പീസ് ഇതിന് പാകത്തിനുള്ള ഇത് തയ്യൽ തുമ്പിലാണ് ഇങ്ങനെ വരച്ചിരുന്നത് കേട്ടോ. ചെരിച്ച് വരയ്ക്കണ്ട, നേർക്കന്നെ വരച്ചാൽ മതി. ഇത് തയ്യൽ തുമ്പ് കിട്ടുന്ന വിധത്തിൽ 2 പീസ് തുണി നമുക്ക് ഇവിടെ വെച്ച് പിടിപ്പിക്കാം.
മുട്ടുസൂചി കുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ തുണി വളരെ ഒഴുകി കിടക്കുന്ന തുണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാരണം കൊണ്ടാണ് പിന്ന് കുത്തുന്നത്. എന്നിട്ട് അടിയിൽ കിടക്കുന്ന തുണിയുടെ അതേ ഇറക്കത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കവിടെ ജോയിൻ്റ് അടിച്ച് കൊടുക്കണം. ഒപ്പാണെന്നാണ് ഞാൻ നോക്കണത്. അടിഭാഗവും ഒപ്പായിരിക്കണമല്ലോ. അങ്ങനെ അത് ഫുള്ള് അതേ ഇറക്കത്തിൽ കട്ട് ചെയ്തു. ഇനി അത് നമുക്ക് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കാം. ഉണ്ടോ, കട്ടിങ് കഴിഞ്ഞു.